സഹൃദയരെ, WFMലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ തുടർന്നു പോകുന്ന ഓണപരിപാടിയുടെ ഭാഗമായി WFMA നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു കലോപഹാരം. ഈ നാടകം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൾ. ഇതിൽ അഭിനയിക്കുന്നവർ ഒരു കലാകാരനോ കലാകാരിയോ ഒരു നാടോടിയോ അല്ല. ഈ തിരക്കിൽ നിന്നല്ല സമയം കണ്ടെത്തി നമ്മളെ സന്തോഷിപ്പിക്കാനായി നമ്മുടെ കൂടെയുള്ള അംഗങ്ങൾ മാത്രം. ഇതിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. WFMA അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നു അപൂർവം ചിലരുടെ ഓണം. കഥ, തിരക്കഥ അനിൽ, സംവിധാനം ജോസ് പടയാട്ട്, സഹസംവിധാനം പ്രസാദ് ഗണേശൻ, റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് അനിൽ, ഡബിംഗ് ആർട്ടിസ്റ്റ് ബെന്നി മാടൻ, ഇന്ദു ഗണേശൻ, അലീന. അഭിനയിക്കുന്നവർ ജോസ് പടയാട്ടിൽ, പ്രസാദ് ഗണേശൻ, അനിൽ, ജോൺ ആലൻ, മാർഗരറ്റ് ആലൻ, ആശ്വിൻ, അലീന, മത്തലീന. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. സൗണ്ട് കേട്ടോ. എന്റെ ശശി, നീ ഇപ്പോഴാണോ വരുന്നത്? കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ ഒത്തിരി വൈകി. എല്ലാവരും ഓണം ആഘോഷിക്കാൻ ലീവ് എടുത്ത് നാട്ടിൽ പോയി. നമുക്ക് പണിയിട്ട് വരാൻ പറ്റുമോ? നീ എങ്ങോട്ടാ ഈ സഞ്ചിയൊക്കെ ആയിട്ട്? ഓ, ഞാൻ ആ മാവേലി സ്റ്റോർ വരെ ഒന്ന് പോകുക. ഏത്തക്കായും മറ്റു പച്ചക്കറികളും എണ്ണയും ഒക്കെ ഇത്തവണത്തെ ഓണമായിട്ട് ഒത്തിരി വിലക്കിഴിവിൽ വിൽക്കുന്നത് കേട്ടു. അതുകൊണ്ട് തീർന്നതിന് മുമ്പ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സർക്കാരിന്റെ കാര്യമല്ലേ, വിൽക്കുന്നതിന് മുൻപേ അവർ കച്ചവടം നിർത്തും. സ്റ്റോക്ക് തീർന്നെന്ന് പറയും, എന്നിട്ട് അവരത് ബ്ലാക്കിൽ വിൽക്കും. അതെ അതെ, അത് ശരിയാ. കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം നാം കണ്ടതല്ലേ. ഈ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ കാശുണ്ടാക്കാനുള്ള ഉപാധികളായി മാറിയിരിക്കുന്നു. എന്നാൽ നീ ചെയ്തേ, സമയം കളയണ്ട, വന്നിട്ട് കാണാം. എന്താ? ശരി, അങ്ങനെ ആവട്ടെ. അവൻ ഊഞ്ഞാൽ കെട്ടണം, പൂക്കൾ ഇടണം, പടക്കം വാങ്ങണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് അവനിരിക്കുന്നറിയോ? ഓക്കെ, എനിക്കറിയാമേടി. നിങ്ങൾ പോയി പെട്ടെന്ന് കുളിപ്പിക്കുക. നാളെ തിരുവോണമായിട്ട് നമ്മുടെ വീട്ടിലൊന്നുമില്ല. വേഗം പോയില്ലെങ്കിൽ കടകളൊക്കെ ഇനി നേരത്തെ അടയ്ക്കും. പിന്നെ ആ പൂക്കടയിൽ നിന്ന് ഒരു 2 മുഴം മുല്ലപ്പൂമാല കൂടി വാങ്ങണം കേട്ടോ. അവന്റെ കാര്യം ഓർക്കുമ്പോ, ആ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ ഞാൻ നമ്മുടെ മോന്റെ കാര്യം ഓർക്കുമ്പോ, രണ്ടുപേരും ഒരു പ്രായക്കാരാ. അവന്റെ നാട്ടിലെ കൂട്ടുകാർ ഓടി നടന്ന് പിരിവെടുക്കുന്നു. ഇനിയും ഒരു 50,000 രൂപ കൂടി വേണം. പക്ഷെ മുഖം നടത്തിയില്ലെങ്കിൽ ഒരുവന്റെ ദുഃഖം കണ്ടിട്ട് അവനെ ഒന്ന് സഹായിക്കാതെ ഇന്ന് നാം ഓണം ആഘോഷിച്ചിട്ട് എന്തായില്ല. അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയും ഞാൻ അവനങ്ങ് കൊടുത്തു. ആ കുഞ്ഞിന്റെ ജീവനാണ് നമുക്ക് ഇന്ന് ഓണത്തേക്കാൾ വലുത്. ഈശ്വരൻ നമ്മുടെ മനസ്സ് കാണും. അത് നേരാ, നന്നായി. ആ കുഞ്ഞിന്റെ ജീവനാണ് നമുക്ക് ഓണത്തേക്കാൾ വലുത്. അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ ഓണവും നമ്മുടെ ഇതുപോലെ ആയിരുന്നു. അന്ന് മോൻ ഇത്ര വലുതല്ലായിരുന്നു, അതുകൊണ്ട് അവനൊന്നും അറിഞ്ഞില്ല. ഇപ്പോൾ അങ്ങനെയാണോ? നല്ലൊരു ഓണമായിട്ട് എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെയാ? കുഞ്ഞോട് എന്ത് പറയും? നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വള കൊണ്ടുപോയി പണി വെച്ചിട്ട് എവിടെന്നെങ്കിലും ഇപ്പോൾ പൈസ കൊണ്ടുപോകാം. അത് വേണ്ടടി, ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വരട്ടെ.
ആരോടെങ്കിലും കുറച്ച് രൂപ കൈവായ്പ ചോദിച്ചു വാങ്ങുമെന്നൊന്ന് നോക്കട്ടെ. അല്ല, നമ്മൾ ചില നേരത്ത് ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ ദൈവം എല്ലാം കാണുന്നുണ്ടെന്നുള്ള വാസ്തവം നാം പലപ്പോഴും മറക്കുന്നു. അതുകൊണ്ട് നീ വിഷമിക്കാതെ, ദൈവം നമുക്ക് ഒരു വഴി കാണിക്കും. നമ്മളെക്കാൾ ദുരിതം അനുഭവിക്കുന്നവർ ധാരാളം ഈ ലോകത്തുണ്ട്. അത് നാം മറക്കരുത്. ഇത്തവണത്തെ ഓണത്തിന്റെ ഫുൾ ചെലവേറ്റാറായി മുങ്ങി നടക്കുന്നു. മരണാക്രി, ഞാൻ നിന്നെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ എന്നെ മറന്നെന്ന് വിചാരിച്ചു. ഇല്ലടാ, ഞാൻ ഒന്നും മറന്നിട്ടില്ല. പക്ഷേ എന്തു പക്ഷേ? അതിലേയും കാര്യത്തെ എടുക്കുമ്പോൾ നീ പണ്ടേ ഇങ്ങനെ നോക്കിക്കേ. നല്ല ദിവസമായിട്ട് എന്റെ വാദിക്കുന്നത് കേൾക്കരുതേ. എന്റെ കുഞ്ഞുമോനെ, എല്ലാം മനഃപൂർവ്വമല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇപ്രാവശ്യം കൂടി നീ ഒന്ന് ക്ഷമിക്കൂ. ഇപ്രാവശ്യത്തെ ബോണസും ശമ്പളവും എല്ലാം ഞാൻ ഒരു നല്ല കാര്യത്തിനെടുത്ത് ചെലവാക്കി. അത് നിനക്ക് പണ്ടേ പ്രശ്നമല്ലേ? വളരെ ദുഃഖത്തിൽ അവരെ ആശ്വസിക്കുന്ന അവർ കൊടുത്തതാണോ? നോക്കി നീ എന്നാടാ? അത് പോട്ടെ കുഞ്ഞുമോനെ, ഞാൻ ഇത്തിരി പൈസ സംഘടിപ്പിക്കാൻ ഇറങ്ങിയതാ.
നിന്റെ കയ്യിലെങ്ങാനും ഒരു തിരുമറിക്കായി ഇത്തിരി പൈസ കാണുമ്പോളാ. നല്ലൊരു ഓണമായിട്ട് ഒന്നും ഇതിൽ വാങ്ങിയിട്ടില്ല. മോനാണെങ്കിൽ ഒത്തിരി ആകാംക്ഷയോടെ ഓണം ആഘോഷിക്കാൻ ആശിച്ചിരിക്കുകയാണ്. എന്റെ ശശി, പൈസ ഉണ്ടായിരുന്നതാ. ഞാൻ ആ പൈസ മുഴുവനും ചെലവാണ്. ഓണക്കോടും പലചരക്കുമൊക്കെ വാങ്ങിയപ്പോൾ പൈസ വാങ്ങില്ല. തൽക്കാലം ഇപ്പോൾ ഒരു ജില്ലക്കാശ് പോലും ബാക്കിയില്ലെന്നാണ് സത്യം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ഓട്ടടായി സാറ്, നീ വിഷമിക്കാതിരി. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുകൊള്ളാം. എന്നാൽ പിന്നെ നീ വരിക. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാനാണ് ശശി. എന്താ കാര്യം? എടാ ശശി, പരമദ്രോഹി, നിന്റെ വീട് തിരക്കി ഞാൻ എവിടെയെല്ലാം നടന്നു അറിയാമോ? ആരാ? എനിക്കങ്ങോട്ട് പിടിയും കിട്ടുന്നില്ലല്ലോ. എനിക്കും മനസ്സിലായി നിന്റെ നിൽപ്പും വാക്കും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ പിടികിട്ടിയില്ല എന്ന്. നീ ഇതൊന്ന് പിടിക്കുക, നോമെല്ലാം വിശദമായി പറയാം. ഇന്ന് ഞാൻ അന്വേഷിച്ചു നടന്ന ശശിയെ കണ്ടുകിട്ടി, എന്റെ പ്രിയ സുഹൃത്തിനെ കണ്ടുകിട്ടി. ഞാൻ ഇന്ന് എത്ര സന്തോഷവാനാണെന്നറിയോ, എത്ര കാലമെന്നറിയോ നിന്നെ ഞാനൊന്ന് കാണാൻ കൊതിക്കുന്നു. ആ പൊതികളിൽ ഇത്തവണത്തെ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എത്ര കാലമായിട്ട് നിന്നെ ഒന്ന് കാണാൻ വരുന്നത്? എങ്ങനെയാ കയ്യും വീശി വരുന്നേന്ന് വിചാരിച്ചു. ഇപ്പോഴും എനിക്ക് എന്താ പേരെന്ന് പറഞ്ഞു? എടാ, ഞാൻ ദാനശീലൻ. നമ്മൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതല്ലയോ? നമ്മൾ ഒരുമിച്ച് ഒപ്പിക്കാത്ത വികൃതികളില്ല. എല്ലാം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അന്നൊക്കെ ശശിയും ദാനശീലനും എന്നൊക്കെ പറഞ്ഞാൽ രാമനും ലക്ഷ്മണനും പോലെ അല്ലായിരുന്നോ? ആ മനക്കര പറമ്പിൽ കയറി മാങ്ങ പറിച്ചതും അമ്പലനടയിലെ പാലമരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കും വവ്വാലികളെ കല്ലെറിഞ്ഞ് പറപ്പിക്കുന്നതും അമ്പലക്കുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചപ്പോൾ എമ്പ്രാൻ തിരുത്തിരുമേനി ഓടിച്ചതും എല്ലാം ഇത്ര പെട്ടെന്ന് മറന്നോടാ? ഓ ദാനശീലൻ, അതെ ദാനശീലൻ. പക്ഷേ ദാനശീലൻ എന്തോ റോഡപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നാണല്ലോ ഞാൻ കേട്ടത്. പിന്നെ നീ മോനിങ് വന്നേ. മോന്റെ പേരെന്താ? ഞാൻ മോന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അവനങ്ങ് മറന്നുപോയി. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ എത്ര ദൂരെ നിന്ന് വരുന്നതെന്ന് അറിയോ? നേരവും ഇരുട്ടി തുടങ്ങുന്നു. ഞാൻ ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ വെളുപ്പിനെ പോകുന്നുള്ളൂ. പെങ്ങളെ, ആ പൊതിക്കുള്ളിൽ ഇത്തവണത്തെ ഓണത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അതങ്ങ് വാങ്ങി ഒരടിപൊളി സദ്യം ഒരുക്കിയേ. ഓനുള്ള ഓണക്കോടിയും പടക്കവും കമ്പിത്തിരിയും ഒക്കെ അതിലുണ്ട്. ഇത്തവണത്തെ ഓണം നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. എന്നെ വാ ശശി, കൂടുതൽ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഊഞ്ഞാല് കെട്ടി മാറ്റൊരുക്കങ്ങൾ ചെയ്യാം. മനസ്സിന് ഇത്രയും സന്തോഷം തോന്നുന്ന ഒരു ഓണം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കൂടിയിട്ടില്ല. സന്തോഷായി ശശി. നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് കേട്ടോ. മോൻ പറ, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം? അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഓണക്കൊടികൾ, നല്ല ഊഞ്ഞാല്, നല്ല സദ്യ. ഇങ്ങനെ വേണം ഓണം. ആ പെങ്ങളെ, എനിക്ക് ആ പായ ഈ ഉമ്മറത്ത് വിരിച്ച് തന്നാ മതി. എനിക്ക് ഈ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കുന്നതാ ഇഷ്ടം. നിങ്ങളൊക്കെ അകത്ത് കിടന്നോളൂ. എടാ ശശി, നമ്മുടെ മലയാളം പഠിപ്പിച്ചിരുന്ന ആ മനസ്സിലെ ദിവാകരൻ മാഷ് അന്നൊക്കെ നീ പാടാനുള്ള ആ കവിത
നിനക്ക് ഓർമ്മയുണ്ടോ ആ ഓണക്കവിത? അത് പിന്നെ മറക്കൂ. ഞാൻ ഇന്നും ഓർത്തിരിക്കുന്ന ഒരേ ഒരു കവിത അത് മറക്കണം. അതൊന്നും പാടട. അതും കൂടി ആയാൽ ഈ ഓണം ഓർമ്മയിൽ എന്നേക്കും ഓർത്തു വെക്കാൻ ഓണമാകും. Thank you.
എന്റെ കൂട്ടുകാരന് കാപ്പിയോ ചായയോ മദ്യം ഇടാമോ ആവോ? ഇതാരുടെ അറിയോ ഓലക്കുട? നിങ്ങൾക്ക് എവിടെ കിട്ടി? ആ കൊള്ളാമല്ലോ, നല്ലൊരു ചോറുണ്ടല്ലോ. എന്താണ് നിങ്ങളിങ്ങനെ വല്ലാതെ നോക്കുന്നത്? എന്റെ കൂട്ടുകാരൻ, ഇതാരുടെയാ ഈ കത്ത്? പ്രിയപ്പെട്ട ശശിയും പെങ്ങളും കുഞ്ഞും അറിയുന്നത്, ഞാൻ അന്വേഷിച്ചു വന്ന ശശിയെ കുടുംബത്തെയും ഞാൻ കാണുക. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ഒട്ടനവധി ശശിമാർ ഇനിയുമുണ്ട്. അവിടെയെല്ലാം എനിക്ക് എത്തേണ്ടതുണ്ട്. അവരെയെല്ലാം എനിക്ക് കാണേണ്ടതുണ്ട്. സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും നൽകിയ നിങ്ങൾക്ക് എന്റെ ഓണാശംസ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം ഓണം കൂടിയതിന്റെ ഒരു ഓർമ്മ. വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഓരോ നല്ല മനസ്സുകളും ദൈവം കാണുന്നു. അതിനൊരു ഉദാഹരണമായി ഞങ്ങൾ ഇതിനെ നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു.